അതിനെക്കുറിച്ച് ഒരുവിധ ആളുകളെല്ലാം അവെയറാണ്. പിന്നെ അതിൻ്റെ പക്ഷേ അത് എവിടെയോ ഒരു ഡബിൾ സ്റ്റാൻഡ് ഉള്ളത്. ഇപ്പോൾ ഒരു എയ്ഡ്സ് പേഷ്യൻറ്റിനോടുള്ള സമീപനത്തിൽ ആളുകളെല്ലാം വളരെ പുറകിലാണ്. അല്ലെങ്കിൽ അവരോടുള്ള സമീപനം, അല്ലെങ്കിൽ പല ഇതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ, എയ്ഡ്സ് എങ്ങനെ അത് സ്പ്രെഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതെങ്ങനെ വരും, അല്ലെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്താണ്, ലൈക്ക് അത് പൂർണ്ണമായ രീതിയിൽ മനസ്സിലാക്കാമായിരുന്നെങ്കിൽ ഇപ്പോഴും അങ്ങനത്തെ പേഷ്യൻസിനെ ആ ഒരു രീതിയിൽ ആളുകൾ ട്രീറ്റ് ചെയ്യില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ 2 വർഷം ഉണ്ടായ സിനിമകളിൽ ഉണ്ടായിട്ടുള്ളൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം അതാണ്. നമുക്ക് വളരെ ബോൾഡായിട്ടൊരു വിഷയം എടുത്ത് അവതരിപ്പിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം. അപ്പോൾ അത് കമ്മ്യൂണിക്കേറ്റ് സിനിമയിലൂടെ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട് അത്തരം വിഷയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ചില വിഷയങ്ങൾ തൊട്ടുകൂടായ്മ പോലെ ഇങ്ങനെ എടുത്ത് മാറ്റി വെക്കേണ്ട കാര്യമില്ല. സോ ഈ പറയുന്ന സിനിമയിലുണ്ടായ കഴിഞ്ഞ 2 ദിവസത്തെ മാറ്റം കൊണ്ടുള്ള ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം അതാണ്. പക്ഷെ അത് പൂർണ്ണമായി ഉപയോഗിക്കപ്പെടുന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അത് ഈ പറഞ്ഞ അത്തരം ഒരു അവസരം ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിട്ടുള്ളൊരു അവസരം 2013, 2012 അവസരം എന്ന് പറഞ്ഞാൽ ഏത് വിഷയവും ഏത് പ്രമേയവും നമുക്ക് സിനിമയാക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുകയും, എന്നാൽ ആ അവസരം അല്ലെങ്കിൽ ഒരു പുതിയ സംവിധായകൻ, ഇപ്പോൾ ഞാൻ പുതിയ സംവിധായകനായിട്ടാണ്, അപ്പോൾ അങ്ങനെ എന്നെപ്പോലെയുള്ള ഒരു പുതിയ സംവിധാനം സംബന്ധിച്ച് ഒരു സിനിമയുമായിട്ട് വരാനുള്ള ഏറ്റവും അനുകൂല സാഹചര്യമായിരുന്നു കഴിഞ്ഞ വർഷങ്ങൾ. സോ അത് കൂടുതൽ ഉപയോഗിക്കപ്പെട്ടോ എന്നുള്ളതാണ് എൻ്റെ സംശയം. ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ടേം എല്ലാവർക്കും പരിചിതമാണ്. അത് ഉണ്ടെന്നും ഇല്ലെന്നും അതിനെക്കുറിച്ചൊരു തർക്കത്തിനില്ല. സിനിമയെ ഈ പറഞ്ഞ പോസിറ്റീവായിട്ടുള്ള മാറ്റം എന്ത് പേരിട്ട് വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ അത് ന്യൂ ജനറേഷൻ ആണെങ്കിൽ അങ്ങനെ ഒരു ജനറേഷൻ ഉണ്ടാവട്ടെ. അതായത് ഇപ്പം നമ്മൾ കഴിഞ്ഞ 2 വർഷത്തെ സിനിമയെക്കുറിച്ചാണല്ലോ പറഞ്ഞത്. ഈ പറയുന്ന സോക്കാൾ മാറ്റം, ആ മാറ്റം എന്ന് പറയുന്നത് കൊണ്ട് ഗുണവും ദോഷവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് വളരെ കോണ്ടംപററി ആയിട്ട് തോന്നുന്ന വിഷയങ്ങളെടുത്ത് വളരെ ബോൾഡായിട്ട് കൈകാര്യം ചെയ്ത് അവതരിപ്പിക്കാനുള്ള അവസരം, അതൊരു വലിയ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. നമുക്ക് മുമ്പൊന്നും അങ്ങനെ ആലോചിക്കാൻ പോലും പറ്റില്ല. നമുക്ക് ഇപ്പോൾ കഴിവുള്ള ഒരാൾക്ക് മുന്നോട്ട് വരാനുള്ള ഏറ്റവും ബെസ്റ്റ് അനുകൂലമായ സമയമായിരുന്നു. അതിൻ്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് ഈ മേഖലയിൽ അത് ഈ പറഞ്ഞ പോലെ അത്രയും പ്രൊഫഷണൽ അല്ലാത്ത, അല്ലെങ്കിൽ അർഹമല്ലാത്ത, അല്ലെങ്കിൽ സിനിമയെ വളരെ ലാഘവത്തോടെ കാണുന്ന ഒരു ഗ്രൂപ്പ് ആളുകൾ എത്തപ്പെട്ടോ എന്നുള്ളതാണ് സംശയം. വളരെ ലാഘവത്തോടുകൂടി ആർക്കും ഷൂട്ട് ചെയ്യാം, ആർക്കും എഡിറ്റ് ചെയ്യാം, ആർക്കും ഷൂട്ട് ചെയ്താൽ തന്നെ പറയും കളർ കറക്ഷൻ ചെയ്യുമ്പോൾ ശരിയാക്കാം, അല്ലെങ്കിൽ DI ചെയ്യുമ്പോൾ ശരിയാക്കാം. സോ അത്തരം ഒരു ലാഘവം ആണ്. ഇപ്പോൾ എനിക്കറിയില്ല, ഇപ്പോൾ ഞാൻ സിനിമയിൽ നമ്മൾ കരിയർ സിനിമയിലേക്ക് വരുന്നത് ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറായ, അസോസിയേറ്റ് ഡയറക്ടറായ, നമ്മൾ അങ്ങനെയാണ്. ഇപ്പോൾ മുമ്പുള്ള സിനിമയിലുള്ള മലയാളത്തിലാണെങ്കിലും എല്ലാവിടെയാണെങ്കിലും ഞാൻ ശ്യാമപ്രസാദ് സാറിൻ്റെ കൂടെയും ലാൽ ജോസ് സാറിൻ്റെ കൂടെയും സംവിധാന ഈ പറഞ്ഞ പോലെ സഹായിയായിട്ടാണ് നമ്മളും കരിയർ തുടങ്ങുന്നത്. ഒരു സിനിമ ചെയ്യാമെന്ന് പറയുന്ന ഡ്രീമിൽ നമ്മൾ ആദ്യ സിനിമ എന്ന് പറയുമ്പോൾ ഉള്ള ഒരു കൺസെപ്റ്റും ആ ഒരു സീരിയസ്നെസ്സും ഓടെയാണ് നമ്മൾ ശ്രമിക്കുന്നത്. സോ ആ ഒരു സീരിയസ്നെസ് തന്നെയാണ് ഇപ്പം ഞാനും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്നെപ്പോലെ ആദ്യ സിനിമ ചെയ്യാൻ വരുന്ന, അല്ലെങ്കിൽ പിന്നീട് സിനിമ ചെയ്യാൻ വരുന്നവരും മറക്കാതെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ്.